കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പലരും ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ പലരും കാണുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലും വീഡിയോകൾ കിട്ടുന്നില്ല. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലുള്ള DTH ഫീൽഡ്, മൊബൈൽ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് മേഖലകളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്ന വീഡിയോകളൊക്കെയാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള പ്രധാന കാരണം, ഇപ്പം വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്നത് ഭൂരിപക്ഷം മെസ്സേജും കുറേ ദിവസങ്ങളായി സൺഡയറക്റ്റിൻ്റെ 4K ബോക്സിനെ കുറിച്ചിട്ടാണ്. പല ആളുകൾക്കും സൺഡയറക്റ്റിൻ്റെ 4K ബോക്സ് വേണം, അത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഓഫർ ചെയ്യാൻ സാധിക്കും, അത് എവിടെ കിട്ടും, അത് എപ്പോഴാണ് ലോഞ്ച് ആകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതൊക്കെ ലോഞ്ച് ആയിട്ടുണ്ട്, പക്ഷേ ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ മെസ്സേജുകൾ. ഞാൻ മെസ്സേജ് വാട്സപ്പിൽ റീപ്ലൈ കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ മടുത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയങ്ങളുള്ള ആളുകൾക്കും ഇനി പുതിയ സംശയം വരുന്ന ആളുകൾക്കും അതുപോലെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ കിട്ടുന്നതാണെങ്കിൽ അത്യാവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഈ ബോക്സ് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. ഈ ഒരു ബോക്സ് ഇറങ്ങിയിട്ട് നമുക്കറിയാം ഒരു 6-7 മാസത്തിൻ്റെ മുകളിലായി ശരിക്കും പറഞ്ഞാൽ ഈ ബോക്സ് കമ്പനി ലോഞ്ച് ചെയ്തിട്ട്. പക്ഷേ ഇതിൽ 99.9% ആളുകൾക്കും ഈ ബോക്സ് കിട്ടിയിട്ടില്ല. ഏതാണ്ട് 1% ആളുകൾക്ക് മാത്രമേ ബോക്സ് കിട്ടിയിട്ടുള്ളൂ. അതും കൂടുതൽ ഡീലർമാർക്കും ചുരുങ്ങിയ കുറച്ച് കസ്റ്റമേഴ്സിനും വേണ്ടി മാത്രമാണ് ഈ ബോക്സ് നിലവിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നാണ് മെയിനായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്നത്. കാരണം പല ആളുകൾക്കും ഈ ബോക്സിനെ പറ്റിയിട്ട് ഒരു വിവരമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ബോക്സ് ഇറങ്ങിയിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നിലവിൽ സൺഡയറക്റ്റ് ഉപയോഗിക്കുന്ന ആർക്കും ഈ ഒരു ബോക്സ് അപ്ഗ്രേഡ് ചെയ്തിട്ട് നിങ്ങളെ പഴയ ബോക്സ് കമ്പനിക്ക് തിരിച്ചു കൊടുത്തിട്ട് പുതിയ ബോക്സിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് റേറ്റ് വരുന്നത് 2000-2100 രൂപയോളാവും. അവരുടെ ടെക്നീഷ്യൻ്റെ ചാർജും സെറ്റ് ഓഫ് ബോക്സിൻ്റെ പൈസയും അതിൽ നിങ്ങൾക്ക് അവർ പുതിയ ബോക്സ് തരുമ്പോൾ ഏതാണ്ട് ഒരു 3 മാസത്തെ പാക്കേജും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. കൂടെ നിങ്ങൾക്ക് സൺഡയറക്റ്റിൻ്റെ സ്റ്റാർ സ്പോർട്സ് 1 4K ഉണ്ട്, ഏതാണ്ട് 100 രൂപയോളം മന്തിൽ വരുന്ന ചാനലും കൂടി നിങ്ങൾ 3 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അങ്ങനെ എല്ലാം കൂടി ഏതാണ്ട് 2100-2200 രൂപേൻ്റെ ഉള്ളിൽ ആകും നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം എന്തുകൊണ്ടാണ് കിട്ടാത്തത്. ഇത് ഈ ഒരു ബോക്സിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ, നമുക്കറിയാം സൺഡയറക്റ്റിൻ്റെ ഓരോ ബോക്സും ഓരോ ഏരിയകളിലും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുണ്ട് പല ഏരിയകളിലും. അതുപോലെ സർവീസിന് വേറെ തന്നെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം പല ഡിസ്ട്രിബ്യൂഷനും ഈ ഒരു ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ട് 1000-ൻ്റെ മുകളിൽ രൂപ കെട്ടി വെക്കണം ഒരു ബോക്സിന് വേണ്ടി മാത്രം. അപ്പോൾ ഏതാണ്ട് ഒരു 100 ബോക്സൊക്കെ നമ്മൾ ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസ നിലവിൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ DTH മേഖലകളിൽ ചാനലുകൾ കൂടുതൽ കാണുന്നത് കുറവുള്ളതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർമാർക്കൊന്നും ഈ ഒരു പൈസ ഇറക്കിയിട്ട് ഈ ബോക്സ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നില്ല. ചില ഏരിയകളിൽ, പ്രധാനപ്പെട്ട ചില ഏരിയകളിലൊക്കെ ഉണ്ട്, എനിക്കറിയുന്ന ചില ഏരിയകളിലൊക്കെ ഈ ബോക്സ് കൊടുക്കുന്നുണ്ട്. ചുരുങ്ങിയ അളവിൽ 1-2 ഒക്കെയാണ് അവർ വെക്കുന്നത്. കൂടുതൽ ആളുകളും ഇതിൻ്റെ റേറ്റൊക്കെ ചോദിച്ച് 2000-ൻ്റെ മുകളിലൊക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ആരും അങ്ങനെ വാങ്ങി വെക്കുന്നില്ല. ഇപ്പോൾ പല ആളുകൾക്കും സംശയം, എന്നെ വിളിക്കുന്നതിൽ 70% ആളുകളും ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു ബോക്സ് വാങ്ങിയ NCF പ്ലാനുകൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഞാൻ കമ്പനിയുടെ ആളുമായിട്ട് സംസാരിച്ചു, ഇത് ഉപയോഗിക്കുന്ന 2-3 ആളോട് സംസാരിച്ചു, ഡീലർമാരോട് സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് NCF പാക്കേജ് ഇപ്പം ആദ്യം 59 മാസം വരുന്നത് ഇപ്പം 79 രൂപയാണ്. അതും പലർക്കും അറിയില്ല. ഇപ്പോൾ ഞാൻ പണ്ട് റീചാർജ് ചെയ്യുന്ന ആളുകളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചപ്പോൾ 59 ആയിരുന്നല്ലോ, പിന്നെ എന്തായി പെട്ടെന്ന് നിങ്ങൾ 20 രൂപ കൂട്ടി. ഞാനല്ല കൂട്ടിയത്, കമ്പനിയാണ് കൂട്ടിയത്. 79 ഇപ്പോൾ NCF. ആ ഒരു പ്ലാന് നിലവിൽ ഈ ഒരു ബോക്സിൽ ഇതുവരെ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം പല ആളുകൾക്കും ഈ ഒരു ബോക്സ് വാങ്ങിയ ചെറിയ പൈസക്ക് റീചാർജ് ചെയ്ത് 4K കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷേങ്കിൽ അതിലും സന്തോഷപ്പെട്ട ഒരു വാർത്ത വേറെ ഉണ്ട്. ഈ ഒരു ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് ഭാവിയിൽ കൂടുതൽ ബോക്സ് ഡിസ്ട്രിബ്യൂട്ടർമാർ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. കൂടുതലും നിങ്ങൾ കസ്റ്റമർ കെയർ വിളിച്ച് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന്. കൂടാതെ ഈ NCF പാക്കേജ് അല്ലാതെ നമുക്ക് ഒരു മാസമൊക്കെ റീചാർജ് ചെയ്യാതെ വെച്ച് കിട്ടുന്ന സ്പെഷ്യൽ ഓഫറുകൾ 669 പോലുള്ള, അല്ലെ 527 പോലുള്ള, 277 പോലുള്ള, അല്ലെ 349 രൂപ പോലുള്ള സ്പെഷ്യൽ റീചാർജ് ഓഫറുകൾ, ഇതുപോലുള്ള കൂടുതൽ ചാനൽ ലഭിക്കാതെ കുറച്ച് ചാനലുകൾ ലഭിക്കുന്ന സ്പെഷ്യൽ ഓഫറുകൾ കൂടെ ഇതിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഭാവിയിൽ കൂടുതൽ ബോക്സൊക്കെ ആ കസ്റ്റമേഴ്സ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഒരുപക്ഷെ ഈ ഒരു ഓഫറുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഞാൻ കൺഫേം പറയുന്നില്ല. ഞാനിത് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം കുറേ ആളുകളൊക്കെ ഇത് വാങ്ങിയിട്ട് തെറി പറയേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് കമ്പനീൻ്റെ ഓഫീസിൽ ആളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്നും സ്പെഷ്യൽ ഓഫറുകളൊന്നും ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല. നിലവിൽ മെയിൻ പ്ലാനുകൾ, നമ്മളെ ജോയി പ്ലാൻ മുതൽ മന്ത്ലി 211 രൂപ വരുന്ന മേലോട്ടുള്ള പ്ലാനുകൾ മാത്രമേ ഇപ്പം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ നിലവിൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ലഭിക്കുന്നത്, നിലവിൽ സണ്ണിൻ്റെ 4K ബോക്സ് ഉപയോഗിക്കുന്ന ഡീലർമാരൊക്കെ എന്നോട് പറഞ്ഞത്
ഈ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിലും ആൻഡ്രോയിഡ് പ്രോഗ്രാമുകൾ യൂട്യൂബ് പോലുള്ള ആൻഡ്രോയിഡ് പ്രോഗ്രാമുകൾ അല്ലെ മറ്റുള്ള ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് റീചാർജ് ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞത്. അറിയാൻ സാധിച്ചത്. കാരണം പല ആളുകളും സംശയിക്കുന്നത് 79 രൂപ ചെയ്തിട്ട് ഈ യൂട്യൂബ് പരിപാടികളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുക, അത്യാവശ്യമുള്ള വാർത്താ പരിപാടികളും അത്യാവശ്യമുള്ള ചാനലുകളൊക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് പല ആളുകളുടെയും മനസ്സിൽ. പക്ഷേ ചാനലുകൾക്ക് NCF കാര്യങ്ങളൊക്കെ ഒന്നും നിലവിൽ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും റീചാർജ് ഇല്ലാത്ത ബോക്സിൽ ഈ മറ്റുള്ള ഇപ്പം D2H അല്ലെങ്കിൽ ടാറ്റ പ്ലേയോ അല്ലെങ്കിൽ എയർടെൽ ഡിജിറ്റൽ TV ഒക്കെ ഇറക്കുന്ന ബോക്സിലുള്ള പോലെ കട്ടായി കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് സ്ക്രീനിൽ കാണിക്കുക. വേറെ പ്രോഗ്രാമുകളൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷേ നിലവിലിപ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് ആളുകൾ ആണുള്ളൂ എങ്കിൽ കൂടി നിലവിൽ കണക്ഷൻ കട്ടായില്ല, റീചാർജ് കഴിഞ്ഞാലും നമുക്ക് ഈ ആൻഡ്രോയിഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും അതിൽ ഉപയോഗിക്കാൻ സാധിക്കും. സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് നിലവിൽ. ഇനി ഭാവിയിൽ അത് പുതിയ അപ്ഡേഷനൊക്കെ വരുമ്പോൾ ഇനി അത് കമ്പനി അത് മാറ്റുമോ അല്ലെ ഡയറക്റ്റ് അതുപോലുള്ള തണ്ടിത്തരങ്ങളൊന്നും പണ്ടേ ചെയ്യാറില്ല മറ്റുള്ള DTH ചെയ്യും പോലെ. അപ്പം ഈ ഒരു ഉപകാരം ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മാർഗ്ഗം പറഞ്ഞുതരാം. എനിക്കറിയുന്ന 2-3 ആളുകൾക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു മാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ഏത് സ്ഥലത്താണോ ജില്ല, നിങ്ങളൊരു ടൗൺ ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രം അറിയെങ്കിൽ ഈ സൺ ഡയറക്റ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ സൺ ഡയറക്റ്റിൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതിൽ നിങ്ങളെ ഏരിയ, നിങ്ങളെ ബോക്സ്, CDSN നമ്പർ, നിങ്ങളെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, RTN നമ്പറൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഇന്ന ഏരിയ ആണ്, നിങ്ങളെ പിൻകോഡ് സ്ഥലമൊക്കെ ടൈപ്പ് ചെയ്ത് മെൻഷൻ ചെയ്തിട്ട് കമ്പനിക്ക് മെയിൽ അയക്കുക. എനിക്കൊരു 4Kയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2-3 മെയിൽ അയക്കുക. കൂടാതെ കസ്റ്റമർ കെയറിലേക്കും വിളിക്കുക. സൺ ഡയറക്റ്റിൻ്റെ കസ്റ്റമർ കെയർ നമ്പർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾ നിരന്തരം 2-3, ഇത് നിർബന്ധമുള്ള ആളുകൾക്ക് മാത്രമാണ്, നിങ്ങൾക്ക് നിർബന്ധമുണ്ട് മാത്രം ഇതുപോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത ആളുകൾക്കൊക്കെ ബോക്സ് കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് നിങ്ങളെ ഒരു മെസ്സേജുകളും കോളും ഈ കസ്റ്റമർ കെയറിലേക്ക് പോയാൽ അവർ നിർബന്ധിതരായിട്ട് നിങ്ങൾക്ക് ആ ഏരിയയിലേക്ക് ബോക്സ് അയക്കുകയും ചെയ്യും. നിങ്ങൾ ആ കംപ്ലയിൻറ്റ് കസ്റ്റമർ കെയറിലെ രജിസ്റ്റർ നമ്പർ വെച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ഈ മുമ്പേ പറഞ്ഞ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ 1-2 തവണ കസ്റ്റമർ കെയർ വിളിച്ച് കട്ടാക്കിയാലൊന്നും കാര്യമില്ല. കൂടുതൽ കസ്റ്റമർ കെയർ വിളിക്കുക, കൂടുതൽ റിക്വസ്റ്റ് കൊടുക്കുക, ശേഷം നിങ്ങൾ ഒരു മെയിലും കൂടി അയക്കുക. 1-2 മെയിൽ അയച്ചോ, മെയിൽ അയക്കുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മെയിൽ അയക്കുക, കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് മെയിൽ അയച്ചാൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഏരിയയിലുള്ള ആളുകൾക്ക് തന്നെ അവർ ഡയറക്റ്റ് ടെക്നീഷ്യനെ വിട്ട് എത്തിച്ച് കൊടുക്കുന്നുണ്ട്.